ഇത് എല്ലാം ഒരു നിയോഗമാണ്, മനസ്സിലായോ? ഇപ്പം ഭാഗവതം പാരായണവും ശ്രവിക്കണവും ഇതിനൊരു യോഗം വേണം എന്ന് പറഞ്ഞ പോലെ വാസ്തുശാസ്ത്രം അതിനകത്തേക്ക് ആ ഒരു ഇതിൽ താമസിക്കണമെങ്കിൽ തന്നെ അതിൻ്റെ യോഗങ്ങളുണ്ട്. താളിയോലയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം സംവദിക്കാൻ എത്തിയിട്ടുള്ളത് പ്രശസ്ത വാസ്തു കൺസൾട്ടൻറ്റും ആസ്ട്രോളജറുമായ ശ്രീ വിമൽകുമാർ. നമസ്കാരം. പക്ഷെ ഒരു സാധാരണ വ്യക്തി ഒരു ഭവനം നിർമ്മിക്കുന്നതിനായിട്ട് ഭൂമി തിരഞ്ഞെടുക്കുമ്പോൾ അത് ഏതൊക്കെ രീതിയിലായിരിക്കണം ശ്രദ്ധിക്കേണ്ടത്? എല്ലാവർക്കും ഒരു സംശയമുള്ളൊരു കാര്യം തന്നെയാണ്. എല്ലാവരും ധരിച്ചിരിക്കുന്നത് ഒരു പ്ലാൻ ഡിസൈൻ ചെയ്യുമ്പോൾ തുടങ്ങി മതി എന്നുള്ളൊരു ധാരണയുണ്ട്. പക്ഷെ അങ്ങനെയല്ല. നമുക്ക് വസ്തു തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ പൂർണ്ണമായും വാസ്തുപ്രകാരം അത് പാലിച്ചിരിക്കണം. അതെ, ഒരു പ്രഗത്ഭനായ ഒരു കൺസൾട്ടൻറ്റിനെ കൊണ്ട് തന്നെ അത് നോക്കി തന്നെ എടുക്കണം പൂർണ്ണമായും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു വസ്തു തിരഞ്ഞെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഭാഗ്യങ്ങൾ, അവിടെ സൗഭാഗ്യങ്ങൾ നമുക്ക് നേടാൻ സാധിക്കുമെന്ന് പറയുന്നത്, മനസ്സിലായോ? അപ്പോൾ എങ്ങനെ നമുക്ക് സൗഭാഗ്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും? അപ്പോൾ അതിനൊരു ഷേപ്പ് ഉണ്ട്. ആ വസ്തുവിന് ആ എടുക്കുന്ന വസ്തുവിന് ഒരു ഷേപ്പ്. ഇപ്പം നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ നമ്മുടെ ഭൂഘടന, ഇന്ത്യയുടെ ഭൂഘടന ആ ഷേപ്പ് ഘടകവിരുദ്ധമാണ്, മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഈ ഭൂമിയുടെ ഒരു പ്രപഞ്ചത്തിന് ഊർജ്ജം ഉണ്ടല്ലോ, എല്ലാവർക്കും അറിയാം. ഈ ഊർജം വടക്ക് കിഴക്ക് ഭാഗത്ത് 23.5 ഡിഗ്രി ചരിവിലാണ് ഭൂമി കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ ഊർജം തെക്ക് പടിഞ്ഞാറേക്ക് ഭൂമി കൈമാറുന്നുണ്ട്. അതായത് വടക്ക് കിഴക്കേ ദിശയിൽ നിന്നും തെക്ക് പടിഞ്ഞാറേക്ക് ഈ ഊർജം കൈമാറുന്നു, മനസ്സിലായോ? അപ്പം ഈ ഊർജത്തെ നമുക്ക് നമ്മളുടെ പ്രദേശം, അതായത് നമ്മൾ താമസിക്കുന്ന ഭവനത്തിലോട്ട്, വസ്തുവിലേക്ക് ഇത് എങ്ങനെ നമുക്ക് അനുയോജ്യമാക്കി എടുക്കാം. ആ എനർജിയാണ് നമ്മളുടെ വാസ്തുവിൽ ഉള്ള ഊർജ്ജമേഖല, മനസ്സിലായോ? ഈ ഊർജ്ജമേഖല ആര് ശക്തിപ്പെടുത്തുന്നുവോ അവർക്ക് ഈ വാസ്തുവിൻ്റെ അനുഭവ ഗുണങ്ങൾ കിട്ടും, മനസ്സിലായോ? വളരെ സിമ്പിളായിട്ട് ഇത്രേ ഉള്ളൂ. ഈ ഊർജ്ജമേഖല ആര് കൃത്യമായി അതിൻ്റെ യോജ്യമായി എടുക്കുന്നുവോ അവർക്ക് ഇതിൻ്റെ അനുഭവങ്ങൾ കിട്ടിത്തുടങ്ങും. അതാണ് ഈ കുറച്ചും പറഞ്ഞത്. നല്ല വസ്തു തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ സൗഭാഗ്യങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളിലേക്ക് വരും. അതാണ് അത് ഈ ഊർജ്ജമേഖലയുടെ ഗുണമാണ്, മനസ്സിലായോ? അതാണ് ഈ വാസ്തു, മനസ്സിലായോ? അപ്പോൾ അതിനൊരു ഷേപ്പ് എന്ന് പറയുമ്പോൾ എപ്പോഴും സ്ക്വയറോ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ, മനസ്സിലായോ? അതാണ് അതിൻ്റെ ഷേപ്പ്. അതായത് 4 കോർണർ വരാൻ പാടുള്ളൂ, 4 മൂല വരാൻ പാടുള്ളൂ. അപ്പോൾ സ്ക്വയർ ഷേപ്പിലോ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പിലോ ആയിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കുന്ന വസ്തു. ഇനിയിപ്പോൾ അത് ആ ഷേപ്പിൽ അല്ലെങ്കിൽ പോലും നമ്മൾ ആ ഷേപ്പിലേക്ക് അതിനെ അനുയോജ്യമാക്കി എടുക്കണം. അപ്പം അത് ഈ പറയുന്ന ഒരു വാസ്തു എക്സ്പെർട്ടിനെ കൊണ്ട് കാണിച്ച് തന്നെ മനസ്സിലാക്കി തന്നെ എടുക്കണം. നമ്മുടെ നാട് വിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ബോംബെ പോലുള്ള നഗരങ്ങളിലൊക്കെ സത്യമായാല് ഈ ചെറിയ ചെറിയ സ്ഥലങ്ങളായിരിക്കും ഓരോ ഭവനങ്ങൾ ചേർന്ന് കിടക്കുന്ന സിറ്റിയിലേക്ക് പോയി ഭവനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അവർക്ക് ഇതൊക്കെ പാലിക്കപ്പെടാൻ പറ്റുമോ? അല്ലെങ്കിൽ അവർക്ക് അങ്ങനെയുള്ളവർക്ക് എങ്ങനെയായിരിക്കണം ഒരു വീട് വെക്കേണ്ടത്? സാധാരണക്കാരന്റെ ഒരു ആവശ്യം കൂടിയിട്ടാണല്ലോ വീട്. ശരിയാണ്. ഇപ്പൊ നമ്മൾ സിറ്റിയിലൊക്കെ സംബന്ധിച്ച് ഒരു സെന്റിനും നല്ലൊരു എമൗണ്ട് കൊടുക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഈ പറയുന്ന പൂർണ്ണമായിട്ട് പാലിക്കാൻ പറ്റിയെന്ന് വരില്ല. പക്ഷേ എങ്കിൽ പോലും നമുക്ക് ആദ്യം തന്നെ അതാ പറയണത്, നമ്മൾ ആ വസ്തു ഇത് നമ്മളെന്ന് പറഞ്ഞാൽ വീടെന്ന് പറഞ്ഞാൽ ഭവനം എന്ന് പറഞ്ഞാൽ ലൈഫ് ടൈമാണ്. 2-3 തലമുറകൾ പിന്തുടരുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കൃത്യമായി അതിനെ പരിപാലിച്ചു കൊണ്ടുപോയി, വാസ്തുശാസ്ത്രത്തെ കൃത്യമായി പരിപാലിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് സമ്പത്ത് സൗഭാഗ്യങ്ങൾ എല്ലാം നേടിത്തരും. പക്ഷേ ചെറിയൊരു വസ്തുവാണെങ്കിൽ നമുക്ക് മാക്സിമം ഒരു 70% നമുക്ക് വാസ്തു പാലിച്ചുകൊണ്ട് ആക്കിയെടുക്കാൻ, അത് ആ വ്യക്തിയും കൂടി നമ്മളോട് സഹകരിച്ച് പോയാൽ മാത്രമേ നമുക്ക് അവർക്കും പൂർണ്ണമായിട്ട് വിചാരിക്കണം. വരെ ഞങ്ങൾക്ക് ഇതായി 100% വാസ്തുവിലേക്ക് വരണം, അല്ലെങ്കിൽ ഇത്ര ശതമാനത്തിലേക്ക് കൊണ്ടുവരണം, ഞങ്ങൾക്ക് അതിൻ്റെ ഗുണഫലം കിട്ടണം എന്ന് അവരും കൂടി വിചാരിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് എല്ലാം ഒരു നിയോഗമാണ്.
മനസ്സിലായോ? ഇപ്പം നമ്മ ഭാഗവതം പാരായണവും ശ്രവിക്കണവും ഇതിനൊരു യോഗം വേണം എന്ന് പറഞ്ഞ പോലെ വാസ്തുശാസ്ത്രം അതിനകത്തേക്ക് ആ ഒരു ഇതിൽ താമസിക്കണമെങ്കിൽ തന്നെ അതിൻ്റെ യോഗങ്ങളുണ്ട്. മനസ്സിലായോ? അല്ലാത്തവർ ഇതിലേക്ക് എത്തിപ്പെട്ടില്ല. അവർക്ക് ഈ പറഞ്ഞ ജീവിതത്തിൽ ഓരോ ദുരിതങ്ങളായിട്ട് അനുഭവിക്കേണ്ടി വരുന്ന അവസ്ഥകൾ നമുക്ക് കാണേണ്ടി വരുന്നു. അതൊരു വളരെ സങ്കടകരമായൊരു കാര്യമാണ്. മനസ്സിലായോ? നമുക്ക് വന്നു കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒരു കറക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു പരിധിയുണ്ട്. പക്ഷേ ആദ്യമേ തന്നെ നമ്മൾ ഇതിനകത്ത് മാക്സിമം വാസ്തുശാസ്ത്രം കൃത്യമായി പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേട്ടങ്ങൾ മാത്രമേ ഉള്ളൂ, സൗഭാഗ്യങ്ങൾ മാത്രമേ ഉള്ളൂ. മനസ്സിലായി? അതായത് ഒരു ജാതകൻ്റെ വിധി, അതായത് ജാതകം വരെയും നമുക്ക് മാറ്റിമറിക്കാൻ പറ്റും. മനസ്സിലായോ? ഇപ്പോൾ ഒരു ദൈവാധീനം പറഞ്ഞൊരു ജാതകനാണെങ്കിൽ പോലും ആ അനുഭവ ഗുണം അയാൾക്ക് വാസ്തുവിലൂടെ നമുക്ക് തിരിച്ച് നേടിയെടുക്കാൻ സാധിക്കും. മനസ്സിലായോ? അത്രയും ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു നമ്മുടെ ശാസ്ത്രമാണ്. മനസ്സിലായോ? അത് വിനിയോഗിക്കേണ്ടത് നമ്മൾ അതിനുവേണ്ടി തന്നെയാണ് നമ്മൾ ഇത് ജനങ്ങളിലേക്ക് ഒരു മെസ്സേജായിട്ട് വരുന്നത്. കഴിഞ്ഞ അദ്ദേഹത്തിലെ ഭാഷ പറഞ്ഞല്ലോ, ഭാരതത്തിന്റെ ഇപ്പോഴുള്ള ഭൂഘടനയിൽ പല വ്യത്യാസങ്ങളും പറഞ്ഞിരുന്നു. ഇതൊരു സാധാരണ ജനങ്ങളെ കൊണ്ട് ഇത് എങ്ങനെ തിരുത്താൻ പറ്റൂല, അല്ലെങ്കിൽ അവനെ ഏത് രീതിയൊക്കെ ശ്രദ്ധിക്കേണ്ടി വരും അങ്ങനെ ഒരു മാറ്റങ്ങൾ നമ്മുടെ രാജ്യത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ? ഞാൻ പറഞ്ഞത് എല്ലാത്തിനും, അതായത് ഓൾമോസ്റ്റ് നമ്മൾ ഈ പറയുന്ന ഭവനമാണെങ്കിലും ബിസിനസ് സ്ഥാപനമാണെങ്കിലും, ഞാൻ പറഞ്ഞത് പാർലമെൻറ്റ്, നിയമസഭ എല്ലാം ഈ പറയുന്ന പോലെ വാസ്തു കൺസെപ്റ്റിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ഓരോ കാര്യങ്ങൾ വിജയിക്കാൻ പറ്റും. മനസ്സിലായോ? ഇപ്പോൾ നമ്മളൊരു പൊതുവേദിയിലാണെങ്കിൽ നമ്മളൊരു അവിടെയൊക്കെ തർക്കങ്ങൾ വരും, വാസ്തുവിൻ്റെ ഡിഫക്റ്റുകൾ, അവിടെ തർക്കങ്ങൾ നേരിടാം. മനസ്സിലായോ? അപ്പോൾ എവിടെയും നമുക്ക് ഇതിനെ വേണ്ട രീതിയിൽ പരിപാലിച്ച് ഈ പറയുന്ന പോലെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവിടെ എല്ലാം സൗഭാഗ്യങ്ങൾ, ബിസിനസ് ആണെങ്കിൽ ബിസിനസ് എല്ലാവർക്കും പൂർണ്ണമായിട്ടും ഈ പറയുന്ന ഷേപ്പിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ നമുക്ക്. പിന്നെ റൗണ്ട് ഷേപ്പ് ഉണ്ട്, അത് നമുക്ക് മോസ്കുകൾ, പള്ളികൾ, ദേവാലയങ്ങൾക്കൊക്കെ റൗണ്ട് ഷേപ്പുകൾ ഒക്കെ കുഴപ്പമില്ല, എനർജി കറക്റ്റ് കുഴപ്പമില്ല. പക്ഷേ വാസയോഗ്യമായ വീടിനും ഈ പറയുന്ന ബിസിനസ് സ്ഥാപനങ്ങൾക്കൊക്കെ ഈ പറയുന്ന സ്ക്വയറോ അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ ഷേപ്പ് ആയിരിക്കണം. അത് നിർബന്ധമാണ്, അതിനകത്ത് യാതൊരു മാറ്റമില്ല. ദേവാലയങ്ങളിലേക്ക് വരുമ്പോൾ വ്യത്യാസമുണ്ട്. പിന്നെ പൊതു ഇടങ്ങളിലൊക്കെ വരുമ്പോൾ അതിന് നമുക്ക് കുറച്ച് റൗണ്ട് ഷേപ്പിലൊക്കെ ആകാം. പിന്നെ അതിൻ്റെ ഷേപ്പുകൾ പല ഷേപ്പുകളുണ്ട്, അത് നമുക്ക് അതിലേക്ക് കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഭവന നിർമ്മാണത്തിൽ നമുക്ക് ഒരു കോംപ്രമൈസും ചെയ്യാൻ പറ്റില്ല. ഈ പറയുന്ന ദീർഘചതുരമോ സമചതുരമോ ആയിരിക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് അടുത്തതായിട്ട് വസ്തുവിന് ഈ പറയുന്ന ഡിഗ്രികളുണ്ട്. അതായത് ഇപ്പം ആ വസ്തുവിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ മാഷ ഞാൻ നേരിടുമ്പോൾ കിഴക്ക് എന്ന് സങ്കല്പിച്ചാൽ, പക്ഷെ അവിടെ കിഴക്കായിരിക്കില്ല, അത് വിധിക്കെന്ന് പറയും. അതെ, ഡിഗ്രികളുടെ വ്യത്യാസങ്ങളാണ്. അതെ, അത് ഓരോ പ്രദേശത്തും ഡിഗ്രി വ്യത്യാസം ഉണ്ടാവും. അത് ഒരു കോമ്പസ് ഉപയോഗിച്ച് ഈ പറയുന്ന പോലെ ഒരു വാസ്തു എക്സ്പെർട്ട് അവിടെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ വിധിക്കിനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ, വിധിക്കെന്ന് പറഞ്ഞാൽ അനുവദനീയമല്ല, വാസ്തുവിൽ അല്ല. അപ്പോൾ ഈ പറയുന്ന ആ വിധിക്ക് ആണെങ്കിൽ നമ്മൾ ആ ഭൂമി എടുക്കാതിരിക്കാൻ നല്ലത്. അതായത് നമുക്ക് ആ ഈ പറയുന്ന പ്രാപഞ്ചിക ഊർജത്തെ കൃത്യമായിട്ട് അതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല. മനസ്സിലായോ? അപ്പോൾ വിധിക്ക് പറയുന്നുണ്ട്, അനുവദനീയമല്ലെന്ന് തന്നെ പറയുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ സ്ക്വയറോ അല്ലെങ്കിൽ റെക്റ്റാങ്കിളായി ഷേപ്പ് നോക്കണം, വിധിക്ക് എടുക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് കിഴക്കെന്ന് പറയുമ്പോൾ കിഴക്കായിരിക്കില്ല, അത് തെക്കിഴക്കോട്ടായിരിക്കാം, അല്ലെങ്കിൽ വടക്ക് കിഴക്കോട്ടായിരിക്കാം. മനസ്സിലായോ? ആ 90 ഡിഗ്രി ആയിരിക്കില്ല കിഴക്കെന്ന് പറയുമ്പോൾ. മനസ്സിലായോ? അത് ഈ പറയുന്ന നല്ലൊരു എക്സ്പെർട്ടുകാർക്ക് അത് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ അതിന് പരിഹാരമൊന്നുമില്ല, അത് നമ്മൾ മാക്സിമം ഒഴിവാക്കുക. ഇപ്പം ചില സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ വിധിക്കാമെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ അപ്പോൾ അവിടെ അവർക്ക് അതിൻ്റെ അനുഭവങ്ങൾ, ഗുണഫലങ്ങൾ കിട്ടാത്തൊരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. മനസ്സിലായോ? പൂർണ്ണമായിട്ടൊരു ഭവനം നിർമ്മിക്കണമെങ്കിൽ ഈ വാസ്തു നിർബന്ധമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും മാത്രം നേടിയെടുക്കാൻ സാധിക്കും. അതിൽ യാതൊരു തർക്കവുമില്ല.